പലരും സ്വന്തം ജീവിതത്തിൽ ലക്ഷ്യം തെറ്റുന്നതിന്റെ പേരിൽ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനുണ്ടാക്കുന്ന എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. കാറിനൊരു ലക്ഷ്യമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ ആളുകളെ, സാധനങ്ങളെ എത്തിക്കണം. അതാണ് കാറിന്റെ ലക്ഷ്യം. ബൾബിനൊരു ലക്ഷ്യമുണ്ട്. ആവശ്യം വരുമ്പോൾ അതിന് ചുറ്റും വെളിച്ചം നിറയ്ക്കണം. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഒരാൾ പെട്ടെന്നൊരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് അവരൊന്ന് പകച്ചുപോകും. അമേരിക്കയിലെ പ്രശസ്ത കവി റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ദി റോഡ് നോട്ട് ടേക്കൺ എന്നൊരു മനോഹരമായ കവിതയുണ്ട്. 2 roads diverged in a yellow wood and sorry I could not travel both. ഇതാണ് അതിന്റെ തുടക്കം. ഒരാള് ഒരു വഴി രണ്ടായി പിരിയുന്ന സ്ഥലത്ത് നിന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. അയാൾക്ക് രണ്ടിലൂടെയും ഒരുമിച്ച് നടക്കുക സാധ്യമല്ല. ഒന്ന് നിർബന്ധമായും തിരഞ്ഞെടുത്തേ പറ്റൂ. യഥാർത്ഥത്തിൽ കവിതയിൽ പറയുന്ന ഈ വഴികൾ ഒരാളുടെ ഭാവി ജീവിതത്തിലേക്കുള്ള വഴികൾ തന്നെയാണ്. അവിടെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഏത് വഴിയിലൂടെ നടന്നാൽ കൃത്യമായി ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന് ആദ്യം ബോധ്യപ്പെടണം എന്നില്ല. 2, തിരഞ്ഞെടുക്കുന്ന വഴി മോശമാണ് എന്ന് കുറെ നേരം നടന്നതിന് ശേഷമാണ് അറിയുന്നതെങ്കിൽ തിരിച്ചു പോരുക സാധ്യമല്ല. 3, ഒരു വഴിയിലൂടെ നടക്കുന്ന സമയത്ത് കാണാതെ പോയ മറ്റേ വഴി ആയിരുന്നല്ലോ നല്ലത് എന്ന് ചിന്തിച്ച് തിരഞ്ഞെടുത്ത വഴികളിലെ കാഴ്ചകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൂടാ. കവിത ചെറുതാണെങ്കിലും അതിന്റെ വ്യാപ്തി വളരെ വളരെ വലുതാണ്. നമ്മുടെ കുട്ടികൾ അവരുടെ ഭാവിയുടെ വീഥി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിശക്തമായിട്ട് ആലോചിക്കേണ്ടതാണ് ഈ 3 കാര്യങ്ങളും. കുട്ടികൾ മാത്രമല്ല, ജീവിച്ച് പരിചയമുള്ള അവരുടെ ഞാനടക്കമുള്ള മാതാപിതാക്കളുടെയും കൂടി ഉത്തരവാദിത്വമാണ് അത്. ഒരൊറ്റ ജീവിതമാണ്. അതിൽ എവിടേക്ക് നടക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായക നിമിഷത്തിൽ തെറ്റുപറ്റിക്കൂടാ. ലൈഫ് ഈസ് ഷോർട്ട്, ടൈം ഈസ് ഫാസ്റ്റ്. നോ റീവൈൻഡ്, നോ റീപ്ലേ ഇൻ ലൈഫ്. സോ ടേക്ക് എവറി ഡിസിഷൻ wisely.